പൈൽസ് എങ്ങനെ നമുക്ക് നാച്ചുറലായും എഫക്റ്റീവായും മാനേജ് ചെയ്യാം? അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള ചേഞ്ചസ് തന്നെയാണ്. ഒന്നാമതായി ഫൈബർ കണ്ടന്റ് നല്ലപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഓട്സ്, അതുപോലെ ഹോൾ ഗ്രെയിൻസ്, ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി നമുക്ക് നല്ല രീതിയിലുള്ള ബവൽ മൂവ്മെന്റ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടതും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലപോലെ വെള്ളം കുടിക്കുക. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് വഴി ബവൽസ്, സ്റ്റൂൾസ് കട്ടിയാവുന്നത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യമാണ് കൂടുതലായി സ്ട്രെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അത് കൂടുതലായി സ്ട്രെയിൻ ചെയ്യുകയും അങ്ങനെ ആ സ്ട്രെയിനിങ് ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഈ പറഞ്ഞ പൈൽസിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ അപ്പോൾ നമുക്ക് ഇറിറ്റേഷനോ അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് രാവിലെയും വൈകിട്ട് നമ്മൾ ഹിബ്ബാത്ത്, ചെറിയ ചൂടുവെള്ളത്തിൽ ഹിബ്ബാത്ത് ചെയ്യുന്നത്, അതായത് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹിബ്ബാത്ത് എന്ന് പറയുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക. അങ്ങനെ 10-15 മിനിറ്റ് രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് ഈ ഏനൽ ഏരിയയിലുള്ള ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചെറിയ പെയിനുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ വരുത്തുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എഫക്റ്റീവായി നമുക്ക് പൈൽസ് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സുകൾ അറിയുന്നതിനായി ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.